വിധമായതാണ് എന്ന് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാണ് എങ്കിൽ അതിന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനം ഇതിനു വേണ്ടി ചിന്തിക്കുന്നു എന്ന് മാത്രമല്ല. നാളെ മാത്രമേ ഫൈനൽ ചെയ്യത്തുള്ളൂ. നാളെ പന്തളത്ത് ഈ പന്തളം പാലസ് സൊസൈറ്റിയുടെ ഒരു ചെറിയ മിനി ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ച് എല്ലാ സംഘടനകളുടെയും പ്രധാനപ്പെട്ട സംഘപരിവാർ സംഘടനകളുടെയും ശബരിമലയുമായി ബന്ധപ്പെട്ട ആളുകളുടെയും കൂടി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഫൈനൽ തീരുമാനമാവുകയുള്ളൂ. അപ്പൊ അതിൽ നാളെ എന്തായാലും പന്തളത്ത് വെച്ച് ഇത് സംബന്ധിച്ചൊരു യോഗം ചേരുന്നത്, തീരുമാനം ഉണ്ടാവും, അതിന്റെ ഒരു പ്രഖ്യാപനവും ഉണ്ടാവും. അത് വിളിച്ചു ചേർത്തിരിക്കുന്നത് വിശ്വ പരിഷത്ത് തന്നെയാണോ? അത് അല്ലല്ല, ശബരിമല കർമ്മസമിതിയുടെ പേരിലാണ് അത് ചെയ്തിരിക്കുന്നത്. സംഘത്തിന്റെ സാമാജിക സംഘിൽപ്പെട്ട സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് അത്. ശബരിമല കർമ്മസമിതിയാണ്. ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, അയ്യപ്പ സേവാ സമാജം, ക്ഷേത്ര സംരക്ഷണ സമിതി, ഇത്രയും സംഘടനകളുടെ ഒരു കോർഡിനേഷനാണ്. നിർവാഹക സമിതി, അതേപോലെ തന്നെ ഈ ആചാര സംരക്ഷണ സമിതി, തിരുവാഭരണ പാത സംരക്ഷണ സമിതി, തിരുവാഭരണ പേടകവാഹകരുടെ പ്രതിനിധികളെ, അങ്ങനെ അവരെയും കൂടി വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതിനകത്ത് അവ്യക്തതയാണ്. കാരണം ഇപ്പോ ഇന്നലെ ഒരു മെസ്സേജ് കിട്ടിയതിനകത്തുനിന്ന്, അതായത് ഈ വെർച്വൽ ക്യൂവിന്റെ രജിസ്റ്റർ അല്ലെ ആ സൈറ്റിൽ നിന്ന് ദേവസ്വം ബോർഡ് സ്ക്രീൻ ചെയ്ത് എടുത്തിട്ടുള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് അയച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇതിന്റെ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു. അതിൽ തന്നെ പറയുന്നു, ഇങ്ങനെ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണം കൺഫേം ആയി എന്ന് ഒരിക്കലും കരുതരുത് എന്നാണ് പറയുന്നത്. അത് ശരി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അവ്യക്തത. പിന്നെ ഗവൺമെന്റ് ഓർഡർ ഒന്നുമില്ല, അവർ കോടതി തന്നെ പറഞ്ഞാണ്. ദേവസ്വം ബോർഡിന്റെ ഡിസിഷൻ ഒന്നുമില്ല. ആകെ ഇതിനു വേണ്ടി ഒരു അവലോകന യോഗം നടത്തി അതിന്റെ ഒരു ജിയോ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഈ പരിപാടി സെപ്റ്റംബർ 20 നടക്കുന്ന ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ എല്ലാം ഒരു മീറ്റിംഗ് നടത്തി അതിന്റെ ഒരു മിനിറ്റ്സ് മാത്രമാണ് ഇതൊരു. അപ്പൊ ഇതിനകത്ത് എന്തോ എന്താ പറയാ, ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് കരുതിയിരിക്കണമല്ലോ ആ തരത്തില് ഒരു സംവിധാനത്തെ പറ്റി ചിന്തിക്കുന്നു. അതിനുവേണ്ടിയാണ് നാളെ എന്തായാലും യോഗം ചേരുന്നത്. അതിലെല്ലാവരും കൂടി പന്തളം പാലസ് ബോർഡിന്റെ ആളുകളെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പന്തളം നിർവാഹക സംഘം ആളുകളെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ചു. അയ്യപ്പ സേവാ സംഘം അടക്കമുള്ള ആളുകളെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലെന്തായാലും ഒരു തീരുമാനം, ഏതായാലും ഇത് ഇങ്ങനൊരു സംഗമം നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പന്തളത്ത്, അല്ലെ? ഉണ്ട്. കാരണം എന്തായാലും ശരി, ശബരിമലയ്ക്ക് ഗുണകരമാവില്ല ഇവരുടെ ഈ സംവിധാനമെന്ന് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം അല്ലെങ്കിൽ സുവ്യക്തമായിട്ട് ഇതിനകത്ത് അവർക്ക് പറയാമല്ലോ ഇന്ന കാരണങ്ങളെ കൊണ്ടാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അത് ശരിയായ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുൾ അയ്യപ്പൻ എന്നുള്ള സങ്കല്പത്തിന് വിപരീതമായ 3 കോടിയുടെ അയ്യപ്പനും 2 കോടിയുടെ അയ്യപ്പനും 1 കോടിയുടെയും 50 ലക്ഷവും 10 ലക്ഷം വരെയുള്ള ആ ഒരു ഡിവിഷൻ അത് ശരിയല്ല. അപ്പൊ അതിന്റെ പിന്നിൽ അതനുസരിച്ചുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അവരുടെ നിഗൂഢതകള് പുറത്തു വരട്ടെ, വന്നതിന് ശേഷം അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിശ്ചയമായിട്ടും സംവിധാനങ്ങൾ ഉണ്ടാവും. അതിനെപ്പറ്റി ചിന്തിക്കുന്നതിനാണ് നാളെ പന്തളത്ത് യോഗം. നാളെ എന്തായാലും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലൂടെ ഒരു കൂടിയാലോചന നടത്തുകയാണ്. അതെ. ഈ പ്രോഗ്രാം ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. കൂടിയാലോചന യോഗം അല്ലെ? അതെ, കൂടിയാലോചന യോഗം ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം 22-ാം തീയതി പരിപാടി അതിലും ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിലാണ്. ശരി. ഓക്കെ സാർ. താങ്ക് യു. അപ്പൊ എനിക്ക് വാർത്ത കൊടുക്കാമല്ലോ നാളെ നടക്കുമെന്ന് പറഞ്ഞിട്ട്, അല്ലേ? നാളെ ആലോചനാ യോഗം. ഓക്കെ. കൂടിയാലോചനാ യോഗം. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. ശരി, ആയിക്കോട്ടെ.